അതെ, ഞാനിപ്പോൾ അവിടെ നിൽക്കണമെന്ന് അറിയോ? നമ്മുടെ കൊല്ലങ്കോടിന് അതിഭംഗിയായുള്ള ഒരു സ്ഥലത്താണ്. അതായത് നമ്മുടെ കുടിലിടം. ഇദ്ദേഹമാണ് ഇതിന്റെ പ്രൊപ്പറേറ്റർ. ഷക്കീർ എന്നാണ്, ഷക്കീർ ഹുസൈൻ എന്ന് പറയും. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബവും കുറെ കർഷകരൊക്കെ ഉണ്ട് ഇതിനകത്ത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറഞ്ഞൊരു സംഘടനയുടെ ആൾക്കാരാണ്. ഒക്കെയാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആദ്യമായി രൂപീകരിച്ചു. എന്നാൽ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കിയാലോ. പേരടക്കം എല്ലാം അവരുടെ ഒരു കോൺസെപ്റ്റ് ആണ്. അവരുടെ കൊല്ലംകോട് പെട്ടെന്ന് വൈബായല്ലോ. മൂന്നാമത്തെ സ്ഥലമാണ്. പക്ഷെ ആനന്ദ് മഹേന്ദ്രയുടെ ഓണർ അദ്ദേഹം റീട്വീറ്റ് ചെയ്തു പറഞ്ഞു, എനിക്ക് കാണേണ്ട 10 സ്ഥലങ്ങളിൽ 3-ാം സ്ഥാനം ഞാൻ കൊല്ലംകോടിന് വന്നപ്പോൾ ശ്രദ്ധിച്ചു, ഓരോ നെൽകൃഷിക്കും ഓരോ കളറുകളാണ്. പലതരം കൃഷി ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഇത് നസർബാത്ത് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. മഹാരാഷ്ട്രയിലെ ആദിവാസികൾ കൃഷി ചെയ്യുന്ന റെഡ് കളറ്. പിന്നെ കാലാബാട്ടി പറഞ്ഞ അക്കിശാല പറഞ്ഞ ഒന്നുണ്ട്, കശാലിയുണ്ട്. പിന്നെ അരികൾ ഞാൻ ഇവിടെ വിൽപ്പനയുണ്ട്. എക്സ്പീരിയൻസ് ആണ്. നല്ല അരികൾ നമ്മൾ തന്നെ കുത്തി അവില് അരി അതൊക്കെ വിൽപ്പനയുണ്ട് ഇവിടെ. സാറ്റർഡേ സൺഡേ ആയാലും വർക്കിംഗ് ഡേയ്സ് ആയാലും എപ്പോഴും ഇവിടെ തിരക്ക്. ലീവുള്ള ദിവസങ്ങളിൽ അത്യാവശ്യം തിരക്കുണ്ടാവും. കൃഷിയിടത്തിൽ നമുക്കൊരു 50 കൊല്ലം മുമ്പ് എന്തായിരുന്നു കേരളം, അതിന്റെ ഒരു പരിച്ഛേദവും കൂടി, മിനിയേച്ചറോ പരിച്ഛേദവും കൂടിയാണ്. പുതിയ തലമുറകൾക്ക് എന്താണെന്ന് അറിയില്ല, നെല്ലെന്താണെന്ന് അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കത് വരുമ്പോൾ വലിയ സന്തോഷമാണ്. കുടിലിടം വർക്കിംഗ് ടൈം എങ്ങനെയാണ്? അത് 6 മണി തൊട്ട് സ്റ്റാർട്ട് ആവും. 6 to 7 ആണ്. പിന്നെ തമിഴ് തെലുങ്ക് ഒക്കെ വരുന്നുണ്ട്.